പണ്ട് ഈ വയറുവേദനയ്ക്ക് കറുപ്പ് വാങ്ങി കഴിക്കുന്ന അമ്മമാരെ കുറിച്ച് പഴയകാലത്തെ മുത്തശ്ശിമാരെ കുറിച്ച് ചില സിനിമയിൽ കണ്ടിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഈ ആശുപത്രിയിൽ പോയി രോഗം എന്താണെന്ന് അറിയുകയോ അതിന് ചികിത്സ തേടുകയോ ചെയ്യുന്നതിന് പകരം വെറുതെ കറുപ്പ് കുടിക്കുകയാണ്. അതിനതിന് ഈ രോഗം മൂർച്ഛിച്ചു വരികയുള്ളൂ. എത്ര നാളുകളായി എത്രയോ വീഡിയോകളിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ മുസ്ലിം വിരോധം സൃഷ്ടിച്ചാൽ അതിന്റെ പ്രയോജനം ഉണ്ടാവുക നിങ്ങൾക്കല്ല, മറിച്ച് BJPക്കായിരിക്കുമെന്ന് CPMന്റെ ആളുതാമസമുള്ള നേതാക്കൾ മനസ്സിലാകത്തക്ക പോലെ ആവർത്തിച്ച് പറയുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മളെ ലീഗിന്റെ ഏജന്റും അല്ലെങ്കിൽ വേറെന്തിന്റെയെങ്കിലും ഏജന്റായിട്ടാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്തായി സ്ഥിതി? പുക്കാസയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആരാ? അല്ലെങ്കിൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിട്ടുള്ള ആൾ ആരാ? സഹയാത്രികനാണെന്ന് പറഞ്ഞാൽ മതിയോ? റെജി ലൂക്കോസ് BJPയിൽ ചേർന്നു. ആരാ റെജി ലൂക്കോസ്? എല്ലാ ദിവസവും ശക്തിയുക്തം ചാനലുകളിലിരുന്ന് കാര്യങ്ങളെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ കാണുന്ന ആർക്കും മനസ്സിലാവും അങ്ങനെ ഹൃദയം കൊണ്ടൊന്നും അല്ല പുള്ളി എതിർക്കുന്നതെന്ന്. വളരെ ഒരു തികഞ്ഞ കൊമേഡിയനെ പോലെ പുള്ളി ഇങ്ങനെ എന്തൊക്കെയോ അവസരം ദാഹിച്ച് ഓടി നടന്ന് പലതും പറയുമ്പോൾ അതിൽ മുഴുവൻ മുസ്ലിം വിദ്വേഷവും വിരോധവുമാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഒരു മേമ്പൊടിക്ക് ഇടയ്ക്കിടയ്ക്ക് പുള്ളി സംഘീവിരുദ്ധ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് കൊണ്ട് മാറില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? AK ബാലൻ സഖാവ് പറയുന്നതും അതോടൊപ്പം തന്നെ ശശികല പറയുന്നതും അതുപോലെ സുരേന്ദ്രൻ പറയുന്നതും തമ്മിൽ വ്യത്യാസം പോലും കണ്ടുപിടിക്കാനാകാത്ത വിധം ചേർന്നു നിൽക്കുമ്പോൾ റെജി ലൂക്കോസ് കുറച്ചുകൂടി മനോഹരമായി ചർച്ചയ്ക്ക് ശോഭിക്കാൻ കഴിയുന്നത് BJPയിലാകുമ്പോഴാണ്. കാരണം CPMൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. മൃദുഹിന്ദുത്വം പറയുകയും വേണം, എന്നാൽ അത് പാകത്തിനല്ലാതെ കൂടിപ്പോയാൽ കൈവിട്ടു പോവുകയും ചെയ്യും. പണ്ടത്തെ പോലെ കമ്മ്യൂണിസ്റ്റ് മതേതരത്വ സോഷ്യലിസ്റ്റ് ആശയങ്ങളൊന്നും അങ്ങനെ പുതിയ കാലത്തിൽ വല്ലാതെ പിന്തുണയ്ക്കുന്നില്ല. ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും എന്ന പേരിൽ എല്ലാ അർത്ഥത്തിലും അത്തരം ചർച്ചകൾക്ക് ഏറ്റവും പറ്റിയ വേദി BJPയാണ്. പുള്ളി നോക്കുമ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെ വ്യത്യാസമില്ലാത്തിടത്തോളം കാലം കുറച്ചുകൂടി ഉറക്കെ പറയാനും ആ ഉറക്കെ പറയുന്നതിലൂടെ ഒരു പ്രയോജനം കിട്ടാനും കഴിയുന്നത് BJP പോകുന്നതുകൊണ്ടാണ്. പുള്ളിക്ക് വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് മാറിക്കൂടെ? കോൺഗ്രസിൽ മാറിയാൽ പുള്ളി പ്രാക്ടീസ് ചെയ്ത സാധനം ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള വേദി കിട്ടില്ല. കാരണം കോൺഗ്രസിന്റേത് വേറെ ലൈനാണ്. കോൺഗ്രസിന്റേത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കുന്നു എന്ന പേരിൽ മുസ്ലിം വിരോധം ഉണ്ടാക്കി നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചു പിടിക്കാനല്ല. ഞങ്ങളുടെ ആ വോട്ട് പോയി, ഈ വോട്ട് പോയി, അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇവർക്കെതിരെ സംസാരിക്കുന്നതാണ് എന്നുള്ള ചിന്തയും വേണ്ട. അപ്പൊ ചുരുക്കത്തിൽ റെജി ലൂക്കോസ് ഏറ്റവും പുള്ളി പ്രാക്ടീസ് ചെയ്ത കല അത് മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന കലാക്ഷേത്രത്തിലേക്കാണ് പോയത്. അപ്പൊ അവിടെ ഇത് ഞങ്ങളുടെ ആളല്ല, വഴിപോക്കനാണ്, വഴിയാത്രികനാണ്, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവൂലേ? CPMന്റെ പേരിൽ ഒരു വഴിയാത്രികന് വന്നൊരു ചാനലിൽ ഇരുന്ന് പറയാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? ആദ്യ സമയം തന്നെ അതല്ല എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇടൂലേ? അവരിത് വിലക്കൂലേ? അവരിത് നിയന്ത്രിക്കൂലേ? അപ്പൊ പിന്നെ ഇപ്പൊ അങ്ങനെ പറയുന്നതോ അത് പോയതുകൊണ്ട് മാത്രമാണ്. നമ്മൾ സാധാരണ വിവാഹബന്ധം അങ്ങടും ഇങ്ങടും വേർപെടുത്തി കഴിയുമ്പോൾ പിന്നെ പരസ്പരം ഏറ്റവും മാരകമായ കുറ്റം പറയുന്നത് പോലെ ഒരു കുറ്റം പറച്ചിൽ മാത്രമാണ് ഇതെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ കറുപ്പ് തീറ്റി നിർത്തി യഥാർത്ഥ കാരണത്തിന് ചികിത്സ തേടിയില്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്ന പലർക്കും അപ്പുറത്തേക്ക് പോകുന്നതിന് യാതൊരു മടിയും ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ഈ ബാറിന്റെ മുമ്പിൽ വരെ കൊണ്ടുപോയി നിർത്തുന്നത് പോലെ അതിന്റെ ഫ്രണ്ടിൽ നിർത്തി ആ മണമടിക്കുമ്പോൾ എന്നാ പിന്നെ ഈ മണമടിച്ചുകൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അകത്ത് കയറി കുടിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്നത് പോലെയാണ് BJPക്കകത്തേക്ക് ഇത്തരം ചിന്തകളുമായി പലരും പോകുന്നത്. ഇന്നൊരു വാർത്ത കണ്ടു, അഗളിയിലെ മറ്റോ മുൻ ഏരിയ സെക്രട്ടറി CPMൽ നിന്ന് BJPയിൽ ചേർന്നു എന്ന് പറഞ്ഞു. പലരും അങ്ങനെ ചേരുന്നത് ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതൊട്ടും കേരളത്തിന്റെ ഒരു 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 പൊതുസ്ഥിതിക്ക് അത് നല്ലതല്ല. അത് ആരെങ്കിലുമൊക്കെ ഉറക്കെ പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന.